ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ UK റീൽസ് വിത്ത് അന്നക്കുട്ടി. ഞാൻ നിങ്ങളുടെ സ്വന്തം അന്നക്കുട്ടി. അപ്പോൾ ഇന്ന് അനദർ എപ്പിസോഡ് ഓഫ് AM ഡയറീസ് ബൈ അന്നക്കുട്ടി. അപ്പോൾ നമ്മൾ 4th ഡേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ 4th ഡേ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി ജേർണി സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു ബോർഡർ ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണ്. ആക്ച്വലി ഇത് മോണ്ടിനിഗ്രോ പിന്നെ അൽബേനിയ ഫ്ലാഗ് കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ബോർഡറിൽ കൂടെ പാസ് ചെയ്ത് നമ്മൾ നേരെ ഒരു ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി കുറച്ച് ലേറ്റായിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നതുകൊണ്ട്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. പക്ഷേ ബട്ട് സ്റ്റിൽ നമുക്ക് നല്ല രസമായിരുന്നു. ഭയങ്കര ഹറിബറി ആയിട്ടൊരു ദിവസം ആയിരുന്നില്ല നമുക്കിന്ന്. നമുക്ക് കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. കാരണം നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ പോവുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആവാൻ തുടങ്ങി. അപ്പോൾ ടോട്ടൽ 5 ഡേയ്സിൽ ഇത് 4th ഡേ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് നന്നായിട്ട് തന്നെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ എൻ്റെ ജേർണിയിൽ അത്യാവശ്യം നല്ലോണം ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നമ്മളൊരു ബീച്ചിലേക്കാണ് കറൻ്റ്ലി പോകുന്നത്. അതൊരു ലൈക്ക് മൗണ്ടെയിൻ കഴിഞ്ഞ് നേരെ ബീച്ച്, അതൊക്കെ ഒരു കോൺസെപ്റ്റ് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൗണ്ടെയിനും ലേക്സും ഒക്കെ കണ്ട് നേരെ പതുക്കെ ബീച്ചിലേക്ക് വിടുക കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ആക്ച്വലി UK വന്നിട്ടാണെങ്കിൽ ഞാൻ ഒരുപാട് ബീച്ചസൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. 1-2 തൊട്ടാണ് ഞാൻ ബീച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അതും ഞാൻ പോയ ടൈമിലൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ നിന്നില്ല. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു ക്ലൈമറ്റും ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരു ബീച്ചി വൈബാണ് കേട്ടോ. ഭയങ്കര നല്ലൊരു രസമുള്ളൊരു ക്ലൈമറ്റായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നമ്മൾ കുറച്ച് നേരം അവിടെ ബീച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിരിക്കുമായിരുന്നു. അപ്പം അതിൽ ഒരു ആക്ടിവിറ്റി നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. ലൈക്ക് മേ ബി ഫസ്റ്റ് ബാച്ച് ആയിരുന്നല്ലോ, അവർ ഫാമിലി ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കത് അവർ ജസ്റ്റ് ഒരു കുറച്ച് ലേറ്റൊക്കെ ആയതുകൊണ്ട് അവർ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു. ബാക്കി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റീസൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ ബസ്സിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു, പക്ഷെ നല്ല രസമാണ് കേട്ടോ. കാണാൻ ഒരുപാട് രസമുണ്ട്. ഇപ്പം ഞാൻ ആക്ച്വലി നാട്ടിലൊക്കെ അങ്ങനെ ഒരുപാട് തവണ ബീച്ചിലൊന്നും പോയിട്ടില്ല. കാരണം നമ്മുടെ വീട് ബീച്ചിൻ്റെ കുറച്ചടുത്തായിട്ടാണ്. അപ്പോൾ ബീച്ച് അങ്ങനെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ബീച്ച് എന്ന് പറയുമ്പം. പക്ഷെ കുറേ നാൾക്ക് ശേഷം കാണുമ്പോൾ കിട്ടുന്ന ഒരു രസം, അത് നല്ല രസമുണ്ടായിരുന്നു. കാരണം നാട്ടിൽ എപ്പോഴും നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് അതിലെ കൂടെയൊക്കെ പോകുമ്പം, ഫ്ലൈ ഓവറിൽ കൂടെയൊക്കെ പോകുമ്പോൾ, ആലപ്പുഴ ഫ്ലൈ ഓവറിൽ കൂടെ ഒക്കെ പോകുമ്പോൾ എപ്പോഴും ബീച്ച് കാണും. പക്ഷേ ബീച്ച് എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പോകാറില്ല, പാസ് ചെയ്ത് പോകുമ്പോൾ കാണാറുണ്ട്. ഇവിടെ വന്നപ്പോഴാട്ടോ ആ ഒരു മെമ്മറീസൊക്കെ എന്ത് അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നത്. കാരണം നമുക്ക് ജസ്റ്റ് ബോറടിച്ചാൽ നമുക്ക് വേണമെങ്കിൽ വേഗം ബീച്ചിൽ പോകും. ഇവൻ നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് എൻ്റെ വീട്ടിൽ നിന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ നമ്മളൊരു റൂമിനകത്തു നിന്നുള്ളൊരു ലൈഫായിരുന്നു. അപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. നമുക്ക് ജോലിയുടെ ഡിപ്രഷൻ അങ്ങനെ വലിയ ഡിപ്രഷനൊന്നും അല്ലെങ്കിലും കൈൻഡ് ഓഫ് ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവും. പിന്നെ നമ്മൾ വർക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ടെൻഷൻ, പിന്നെ വിസ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും മെജോറിറ്റി. പക്ഷേ കുറേ പേരൊക്കെ നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കൈൻഡ് ഓഫ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിചാരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ലൈക്ക് ഈ ഒരു ഡിസിഷൻ എടുത്ത് നമ്മളിത് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഓർത്ത് നോക്കി എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു ട്രിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വേർത്തായിട്ട് തോന്നി. കാരണം ഒരുപാട് നല്ല ഫാമിലീസിനെ കാണാൻ പറ്റി, നമുക്ക് കുഞ്ഞു ഫ്രണ്ട്സിനെ കിട്ടി, കുട്ടി ഫ്രണ്ട്സിനെ കിട്ടി. അവരൊക്കെ നമ്മളിപ്പോഴും ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലൈക്ക് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്നു, നമുക്ക് സജഷൻസ് തരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ ബീച്ചിലെത്തി നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. കാരണം ഫോണും വെള്ളവുമായിട്ട് അത്ര ഫ്രണ്ട്ഷിപ്പിലല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് മാക്സിമം എൻ്റെ ഫോണ് സേവ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസായിരുന്നു. പിന്നെ ബീച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഈ ഒരു ദിവസമായിട്ട്. ഞാൻ പിന്നെ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാല് നനച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ ഒന്ന് ഒരുപാട് പേര് നല്ലതായിട്ട് ബീച്ചിൽ കളിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ രാത്രിയാണ് നമ്മൾ ബെറാത്ത് എന്ന് പറയുന്ന സ്പേസിലേക്ക് എത്തുന്നത്. അതൊരു അടിപൊളി സ്ഥലം കേട്ടോ. രാത്രിത്തെ വ്യൂ എനിക്ക് എന്തുകൊണ്ടാണോ ഫോണിൽ ഒട്ടും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര അടിപൊളി വ്യൂ ആട്ടോ. ഇതിനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഒരുപാട് നല്ല രാത്രി കാണുന്ന ഒരു ബ്യൂട്ടി ഡിഫറെൻ്റാണ്, പകൽ കാണുന്ന വേറൊരു ബ്യൂട്ടി. അങ്ങനെ ഒരു സ്ഥലമാട്ടോ. ഭയങ്കര ലൈവായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രത്തോളം അറിയില്ല. കാരണം നമ്മൾ കുറച്ച് ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ് ഒരു വാക്കിങ്ങിനൊക്കെ പോയത്. പക്ഷേ എനിക്ക് അത്ര സേഫ് ആണെന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ അത് ഓക്കെയാണ്. ലൈക്ക് ഒറ്റയ്ക്കൊക്കെ നടക്കാൻ പോകുന്നത് എത്രത്തോളം സേഫാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ ബ്രിഡ്ജൊക്കെ രാത്രി കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി, പകൽ വരുമ്പോൾ എൻ്റയർലി വേറൊരു ഭംഗി. ഇതിപ്പോൾ രാത്രി എനിക്കൊന്ന് ലൈറ്റിൻ്റെയൊക്കെ ഒരു ഭയങ്കര രസമായിരിക്കും.
അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ വേഗം ചാടി ഇറങ്ങി ഇവിടെ രാത്രിത്തെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചാടി ഓടിപ്പോയതാണ് കേട്ടോ. കാരണം നമ്മളിവിടെ ജസ്റ്റ് ഇന്ന് അവിടെ ഒരു അക്കോമഡേഷനിൽ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം പോവുകയാണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് രാത്രി ഇവിടെ എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് രാവിലെ സ്ട്രീറ്റ് കാണാനും പിന്നെ പാലസൊക്കെ കാണാൻ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് നിന്നത്. പക്ഷേ ഭയങ്കര വേർത്തായിരുന്നു കേട്ടോ. രാത്രി കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ സേഫ്റ്റി ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടെ നടക്കാനും ഭയങ്കര അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. അത് കണ്ടാലേ നമുക്കത് ലൈക്ക് എത്രത്തോളം വേർഡ്സിന് അതിനെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നറിയില്ല. പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ. അതിനൊക്കെ വേർഡ്സിനൊക്കെ ഭയങ്കര ലിമിറ്റുണ്ട്. കാരണം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഭയങ്കര രസമാണ്. ആ ലൈറ്റിംഗ് ആട്ടോ അതിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. ഭയങ്കര രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല നമുക്ക് കിട്ടിയ റൂമെന്ന് പറയുന്നത് അത് ലൈക്ക് അവിടെ റൂം ബുക്ക് ചെയ്ത സമയത്ത് അത്യാവശ്യം എല്ലാം കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ റൂമിന് കീക്ക് വേണ്ടി ചെന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ 4 ബെഡുള്ളൊരു വലിയ റൂമായിരുന്നു. എക്സാക്ട്ലി നമ്മളൊരു ബെഡിൽ പിന്നെ നമ്മുടെ ലഗേജ് വേറൊരു ബെഡിൽ പിന്നെയും 2 ബെഡ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു റൂമായിരുന്നു. അവിടുത്തെ നമ്മൾ ജനൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ വ്യൂ എല്ലാം ഭയങ്കര സൂപ്പറായിട്ട് കാണാമായിരുന്നു. അപ്പം നമ്മുടെ അക്കോമഡേഷനിൽ നിന്ന് നോക്കിയാലും ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇതേപോലെ നടക്കാനും ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഇവിടുന്ന് റീലൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രിപ്പയർഡ് അല്ല. പിന്നെ ആ ഒരു ഫ്ലോയ്ക്ക് ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്ത് നടക്കാം എന്നൊക്കെ വിചാരിച്ചു. കാരണം നല്ല രസമായിട്ട് നടന്നു പോകാൻ അതിന് പറ്റിയ കമ്പനി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങ് തകർത്തു. നൈറ്റ് വാക്ക് അങ്ങ് നന്നായിട്ട് അങ്ങ് നടന്നു. ഇന്നത്തെ ദിവസം ലൈക്ക് വലിയ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഭയങ്കര കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് നമുക്ക് കിട്ടി. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് കിട്ടി. ഞാൻ പേഴ്സണലി ആ ഒരു ഡേയും നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഷോർട്ട് ആൻഡ് ക്യൂട്ടായിട്ടൊരു Day 4 ആയിരുന്നു. അപ്പോൾ Day 5 ആയിട്ട് ഞാൻ എന്തായാലും വരും. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.